നമ്മൾ തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അത് പുറത്തിറങ്ങിയാൽ അത് വളരെ മോശമല്ലേ? നമ്മളൊരു ഇത് സിസ്റ്റത്തിൽ കിടക്കില്ലേ? എസ് പി നേരിട്ടല്ലല്ലോ ഹാൻഡിൽ ചെയ്യുക, അവിടെ ഓഫീസിൽ വരുന്ന സ്റ്റാഫല്ലേ ഇത് ഹാൻഡിൽ ചെയ്യുക. നമുക്ക് ആ സിസ്റ്റത്തിൽ നിന്ന് മായ്ക്കാൻ എന്താ മാർഗം? ഞാനിപ്പോ മനസ്സിലാക്കിയിരിക്കുന്നത് എസ് പിക്ക് കൊടുത്ത പരാതി അവിടുത്തെ ക്യാമ്പ് ഓഫീസാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം അത് അതിന്റെ പുറത്തേക്ക് ഒരാളും അത് അറിയാനും പോണില്ല. അപ്പം മേൽ പറഞ്ഞ പരാതി തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ അൽമാഷ് പോലും എന്റെ അടുത്ത് പറഞ്ഞ അങ്ങനെ കേട്ടോ, എമ്മിലോട്ടുള്ള സ്വാതന്ത്ര്യം കൊണ്ടായിരിക്കും അങ്ങനെ എന്റെ അദ്ദേഹം പറഞ്ഞത്. ഞാനത് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ ചെയ്യാന്ന് തന്നെ എനിക്ക് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹത്തിനോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് പറഞ്ഞാണ്, വേറെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ തമ്മിൽ എത്രത്തോളം ആത്മബന്ധം ഉണ്ടോ അത്രയും പോലും ഇല്ലെങ്കിൽ പോലും ഒരു സഹോദരി ബന്ധം ഉള്ളതുകൊണ്ടാണ് എന്റെ അടുത്ത് ആ ഒരു ഫ്രീഡത്തിൽ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, നമുക്കിപ്പോ ഇതിൽ ഇലക്കും മുള്ളിനും കേടില്ലാതെ ഈ വിഷയം ഇപ്പൊ കൊടുത്ത മെയില്, ആ മെയിലിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്യാൻ എന്താ മാർഗം? അതിന് വേറെ വഴിയില്ല. അത് ഓൾറെഡി അത് പ്രിന്റ് എടുത്തു ഈ ശശിനെ കാണിച്ചിട്ടുണ്ട് അവര്. അയാൾ അവിടെ ഇല്ല, അയാൾ 2 ദിവസം ലീവാണ്. അപ്പൊ അവരെ അറിയിച്ചിട്ടുണ്ട്. അല്ല അത് ഓക്കെ, ശശിയല്ല മലപ്പുറം എസ് പി അല്ല ഇപ്പൊ അറിയുള്ളൂ. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ പോലീസുകാരൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ബന്ധമുണ്ടോ? ഇത്രയും കാലം ഇവിടെ വർക്ക് ചെയ്ത് അല്ല, ഞാൻ നേരിട്ട് അവരോട് ആരോട് സംസാരിച്ചിട്ടില്ല. ഈ ശശി ഇത് അറിഞ്ഞപ്പോ ശശി ഇത് DIG-നെ അറിയിച്ചു. അപ്പൊ DIG ആണ് എന്നെ വിളിച്ചറിഞ്ഞ, സുഹൃത്തെ ഇങ്ങനെ അൻവർ MLA സാർ എന്താ ഇങ്ങനെ നീയോട്ട് നല്ല ബന്ധമല്ലേ, എന്താ ഇപ്പൊ സാർ ഇങ്ങനെ ഇതിന്റെ അകത്ത് ഇങ്ങനെ ആവശ്യം ഇല്ലാതെ നിന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഞാൻ പറഞ്ഞു എന്നോട് ഒരു ദേഷ്യമില്ല, 3 വർഷം ഞാൻ നല്ല ബന്ധം തന്നെയായിരുന്നു, വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും. അപ്പൊ എന്നോട് അങ്ങനെ അദ്ദേഹത്തിന് ഒന്നിട്ട് കാര്യമില്ല. ശശിയോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവാം, പക്ഷെ അല്ലാതെ എന്റെ അടുത്ത് അങ്ങനത്തെ ഒരു വിധ വികാരം അദ്ദേഹത്തിനില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നീ ഒന്ന് അദ്ദേഹത്തിനോട് സംസാരിക്കുകയോ മറ്റോ ചെയ്യും, ഇങ്ങനെ സാറൊക്കെ അത് ഇട്ടെടുത്തു കഴിഞ്ഞാല് അത് അനാവശ്യമായിട്ട് നിന്റെ അനാവശ്യമായ ഒരു കോൺട്രവേഴ്സിയാണ്. മീൻസ് സാർ അതൊരിക്കലും മറ്റു പരാതി നടന്നു പോകട്ടെ, പക്ഷെ സാർ ഒരിക്കലും അത് വന്നു കഴിഞ്ഞാല് അത് മറ്റൊരു ഹൈ പ്രൊഫൈലിലേക്ക് അത് വെറുതെ പോകും. അപ്പം അത് നീ സാറിനോട് സംസാരിക്കുന്നു പറഞ്ഞു. ഇപ്പൊ നമ്മളെ DIG ആണ് കോഴിക്കോട്, അല്ല തൃശ്ശൂര്. പുള്ളിയാണ് ഇപ്പൊ അന്വേഷിച്ചോണ്ട്. അതെ, ഈ എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ഇത് ചെയ്യുക. തൃശ്ശൂർ DIG-നെ എസ് പിക്ക് മാനേജ് ചെയ്യാൻ പറ്റൂലേ? ഇല്ല, അവരൊക്കെ ട്രാൻസ്ഫർ ആയി പോവാണേ. നാളെ അവര് റിലീവ് ചെയ്യാണ്. അല്ല ഇപ്പൊ അടുത്ത ആള് വന്നാലും നിങ്ങളെ ഗ്രൂപ്പ് അങ്ങനെ മാനേജ് ചെയ്യാനല്ലല്ലോ. അപ്പൊ അതിന്റെ അകത്ത് എനിക്ക് ഒറ്റ റിക്വസ്റ്റ് MLA-യോടുള്ളൂ. MLA കൊടുത്ത പരാതി ഒന്ന് വിഡ്രോ ചെയ്യണം. അത് എന്റെ പേഴ്സണൽ റിക്വസ്റ്റാ. അല്ല പറയുന്നത് ഇറ്റ്സ് ഓക്കെ. ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ പരാതി അവിടെ ഈ സിസ്റ്റത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ എന്താ മാർഗം? നമ്മളൊരു പരാതി തന്നിട്ട് ഒരു വഴിയില്ല. MLA ഇങ്ങനെ ഒരു പരാതി കൊടുത്ത അതിന് അടുത്ത കണക്ഷൻ മെയിലായിട്ട് ഈ പരാതി തുടരാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒരു മെയിൽ അയക്കുന്ന അല്ലാതെ വേറെ ഒരു വഴിയില്ല. അല്ലെങ്കിൽ MLA-യോട് അങ്ങോട്ട് പറയത്തില്ലേ ഒരു സ്മാർട്ടായിട്ട് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന്? ഒരു കാര്യത്തിന് നിങ്ങൾ എനിക്ക് എന്റെ സമാധാനത്തിനെങ്കിലും ഇതൊന്ന് ചെയ്യും പ്ലീസ്. ഞാൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാം. നാളെ നമുക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാം. അപ്പൊ ഞാനിത് ഇങ്ങനെ ഈ രീതിയിൽ അല്ലെങ്കിൽ അവൻ എന്നോട് മുഴുവൻ ശത്രുത, അത് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കണം അറിയത്തില്ല. അൽമാഷോട് ചോദിച്ചറിയാം. അവൻ എന്റെ ഒപ്പം ഈ ശശിക്ക് നമ്മൾ തമ്മില് ഒരിക്കൽ പോലും ഫോണിൽ സംസാരിക്കാത്ത ആളാ. അത് നിങ്ങൾ പറഞ്ഞ എത്രത്തോളം വിശ്വസിക്കുന്ന എനിക്കറിയത്തില്ല. അതായത് അവന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ ഈ പഴയ സ്കൂളുകൾ 1ാം റാങ്ക് എത്തേണ്ട ആൾക്കാരില്ല, 50 മേടിക്കാനായിട്ട്. അപ്പൊ അവരുടെ ഒരു വിചാരം അടുത്തവന് 50-49 കിട്ടാവുള്ളൂ, എനിക്ക് മാത്രമേ 50-50 കിട്ടാവുള്ളൂ. ഈ പഴയ സ്കൂളിലെ കുതിരിപ്പ് ആൾക്കാരില്ലേ, അവൻ അങ്ങനത്തെ ഒരുത്തനാ. ഞാൻ 2 വർഷം കൊണ്ട് വിവിധ മേഖലകളിൽ പോലീസിംഗ് ചെയ്തു വെച്ചതിനൊപ്പം ഈ 57-58 വയസ്സുള്ളവന് ഓടിയെത്തത്തില്ല. കാരണം എന്റെ വയസ്സെന്ന് 31 ഉള്ളൂ, ഇവന് 57 അതിന്റെ ഒരു വ്യത്യാസമുണ്ടല്ലോ. അപ്പൊ ഇവൻ എന്തുവായി? അപ്പം ഈ ചെയ്തു വെച്ചവൻ ചെയ്തതെല്ലാം മോശമാണെന്നുള്ള സ്ഥാനത്തിൽ സംസാരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവൻ കൂടെയുള്ള പോലീസുകാരോടും SI-മാരോടും CM-മാരോടും DYSP-മാരോടും എല്ലാം എന്റെ കുറ്റം പറയുക. മേളിലോട്ടുള്ള ഇവന്റെ അടുപ്പക്കാരോടും വിളിച്ചു പറയുക, ഇവന്റെ ബാച്ചുകാരോടും വിളിച്ചു പറയുക, അയാൾ ചെയ്ത് ശരിയല്ല, ഞാനാണ് ഇപ്പൊ ചെയ്തത്, ഞാനാണ് ഇപ്പൊ മണ്ണ് പിടിക്കുന്നത്, ഞാനാണ് കല്ല് പിടിക്കുന്നത്, അയാളതൊന്നും പിടിച്ചില്ല. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് മോശമാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അയാളുടെ അടുത്താണ് ഈ സാധനം കിട്ടിയിരിക്കുന്നത്. അപ്പൊ MLA ഉദ്ദേശിക്കുന്ന അതേപോലെ ഒരു 4-5 ദിവസം മുമ്പ് ഒരാളോട് പറഞ്ഞതേ കണ്ടില്ലേ, വയനാട്ടില് ഉരുൾപൊട്ടലുണ്ടായി. ഞാൻ മലപ്പുറത്തുള്ളതുകൊണ്ടാണ് ഉരുൾപൊട്ടൽ ഇവിടെ ഇല്ലാതിരുന്നത്. ഞാൻ അനങ്ങാൻ സമ്മതിച്ചിട്ടില്ല. അത് ഇങ്ങനെ എന്താ പറഞ്ഞ ഈ ശുദ്ധം ദുഷ്ടന്റെ ഫലം ചെയ്യുന്നോ അല്ലെങ്കിൽ ഈ പൊട്ടന്നോ എങ്ങനെ വേണേലും ഇതിനെ വിളിക്കാം. പക്ഷെ ഇവന്റെ ആകെ ബലം എന്ന് പറഞ്ഞത് ADG എല്ലാന്റെ MR അജിത് കുമാർ സാർ സപ്പോർട്ട് ചെയ്യുന്നതല്ലാതെ ഇവന് വേറെ ഒരു ബലവും ഒരു തേങ്ങയില്ല. അപ്പൊ അങ്ങേര് ശക്തനായി നിൽക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് ഇവൻ
ഓടിച്ചത്. ഇവനെ പാലക്കാട് ജില്ലയിൽ അവിടുത്തെ പോലീസുകാർ കേട്ടിട്ടില്ലായിരുന്നു DYSP വരെ, ഇവനല്ല KPS SP ആയിട്ട് വരെ. കൺഫേർഡ് SP എന്ന നിലയ്ക്കുള്ള ഈഗോ അദ്ദേഹത്തിന് നല്ല ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ, അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഡയറക്റ്റ് IPSകാരെ മുഴുവൻ കുറ്റം പറയുക. സത്യത്തിൽ ഇതിന്റെ അകത്ത് ഈ IPS അസോസിയേഷനെ പറ്റിയ പാകപ്പിഴെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതൊന്നും അറിയത്തില്ല. ഇവര് ശരിക്കും ഡയറക്റ്റ് IPSകാരെ ഇഷ്ടമല്ല. കാരണം ആ പ്രൊമോട്ടിയുടേതായിട്ടുള്ള വ്യത്യാസമുണ്ട്. അസോസിയേഷൻ IPS അസോസിയേഷൻ ഇങ്ങനെ ഒരു പരാതി ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് ഈ MLAയുടെ ഒരു ബൈറ്റിന്റെ ഒരു ചെറിയ ഭാഗം ഇവര് തെറ്റിദ്ധരിച്ചു. അതായത് ഒരു ചെറിയ ഭാഗത്തിൽ എങ്ങാണ്ട് ഈ IPSകാരെന്ന് പറഞ്ഞ എന്തോ ഒരു ജനറൽ ആക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ എന്തോ ഒരു സാധനം പക്ഷേ ഈ കേൾക്കുന്നവൻ പറയുന്ന ആളുടെ ഉദ്ദേശമല്ലല്ലോ കേൾക്കുന്ന ആൾക്ക് തോന്നുന്നത്. അപ്പൊ ഇവർക്ക് അങ്ങനെ തോന്നി. അതിന്റെ പേരിൽ കുറച്ച് ആൾക്കാര് മറ്റേ ഈ എന്താ കാള പറ്റുന്ന കെട്ടപ്പോളെ കയറെടുത്തിറങ്ങി. എന്നിട്ട് ആ റെസൊല്യൂഷനും പാസ്സാക്കി, നാണവും കെട്ടു, MLA മാപ്പ് വിട്ടു. ഇപ്പം പുറത്തിറങ്ങി തുണിയിടാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. KPA അസോസിയേഷൻ തിരിച്ചും പറഞ്ഞു. നാറി നാറ്റക്കേസായിട്ടിരിക്കുക. ഒരാവശ്യമില്ലായിരുന്നു ഒരു പ്രൊമോട്ടിക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. കാരണം ഈ പ്രൊമോട്ടിമാർക്ക് ഡയറക്റ്റ് IPSകാരുമായിട്ട് യാതൊരു താല്പര്യമില്ല. എസ്പെഷ്യലി ഇവന്. കാരണം ഇവൻ ഈ ഭയങ്കര ഞാനാണ് ഒന്നറങ്ങിയാരൻ, ഞാൻ മറ്റേ ചായ പോലും കുടിക്കില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നാട്ടുകാരെ പറ്റി നടക്കല്ലേ. അതിപ്പോ പുള്ളി SP നിങ്ങൾ ഇവിടെ 3 വർഷം വർക്ക് ചെയ്ത സമയത്ത് ഉണ്ടായ പെർഫോമൻസിന്റെ മേലെ പോകണം. അതിലേറെ FIR വേണം, അതിലേറെ പെറ്റി കേസ് വേണം, അതിലേറെ മണ്ണ് പിടിക്കണം. ഞാൻ 84 ബെഞ്ച് മാർക്കിലെ ബേസിക് പോലീസിംഗ് ചെയ്തു വെച്ചേ. ഇവൻ അതല്ലാതെ ആകെ FIR കൂട്ടാനും മണ്ണുവണ്ടി പിടിക്കാനായിട്ടും ഞാൻ എനിക്ക് വളരെ കൃത്യമായി എന്റെ നയം വളരെ വ്യക്തമായിരുന്നു. കരിങ്കൽ കാറിക്ക് നയം വളരെ വ്യക്തമാണ്. കൃത്യമായി ലൈസൻസിങ് ഉണ്ട്. അതിന് ലൈസൻസ് ഇല്ലാത്തതിനെ നോക്കുക. ചെങ്കല്ലിന് നമുക്ക് നെല്ലും പതിരും വേർപെടുത്താൻ പറ്റില്ല. കാരണം ജില്ലയിൽ ആകെ ലൈസൻസ് ഉള്ള പണ്ട് കാലത്ത് ഏതോ ഒരു ഒരെണ്ണമാണ്. വേറെ ആർക്കും ലൈസൻസ് ഇല്ല. നമുക്ക് ആകെ നെല്ലും പതിരും വേർതിരിക്കാനേ പറ്റത്തുള്ളൂ. മണ്ണിടിഞ്ഞ് മലയിടിഞ്ഞ് താഴെയുള്ളവർ മരിച്ചു പോകും. അല്ലെങ്കിൽ ഒരാളുടെ പറമ്പിൽ ഗുണ്ടായിസം കാണിച്ച് കേറി ഒരു പ്രൊഫഷണലായി കേറി വെട്ടുക. അത് നാട്ടുകാർക്ക് ഭയങ്കരമായ പരാതി. വെള്ളപ്പൊക്കത്തിലോ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴോ ഞങ്ങളുടെ വീട് നശിക്കുന്നു പറയുന്നവര്. അങ്ങനെയുള്ള പരാതികളെ SP വെരിഫൈ ചെയ്ത് നന്മയുണ്ടെങ്കിൽ നടപടി. ഇല്ല, ഞാനൊരു കോളിലാണ്, വാട്സാപ്പിലാണ് സാർ. ഹലോ ഹലോ കോള് തന്നു. ഞാനത് റിജക്ട് ചെയ്തപ്പോ ആക്സെപ്റ്റ് ബട്ടൺ ആയിപ്പോയി. അപ്പം ഞാനത് നെല്ലും പതിരും വേർതിരിച്ച് പിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ മണ്ണാണെങ്കിൽ ലൈഫ് മിഷൻ പിടിക്കുന്ന ലൈഫ് മിഷനിൽ പോകുന്ന ഒരൊറ്റ വണ്ടി പിടിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭ്രാന്താണ്. അത് നിങ്ങൾ മാറ്റാത്തത് എന്റെ കുറ്റമല്ല. അല്ല, അവിടെയാണല്ലോ പ്രശ്നം ഉണ്ടായത്. SP അതായത് അമരമ്പലം പഞ്ചായത്തില് 827 വീടോ എന്തോ ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ നമ്മൾ പണം വെച്ചത്. സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ വീട് ഉള്ളതിന് സ്റ്റേറ്റിന്റെ അവാർഡ് വാങ്ങിയ പഞ്ചായത്ത് നിലമ്പൂരില്. അവിടെ ആ മുറ്റത്തുനിന്ന് മണ്ണിടാൻ സമ്മതിക്കില്ലെന്ന്. എന്നിട്ട് ഞാൻ തലക്കസുഖം. ഞാൻ അതിന് എന്താ പറയുക, ഒരു പോലീസ് ഒരു SP ഇരുന്നിട്ട് ഇങ്ങനെ ചാടിക്കുമ്പോ അതിന് തലക്കസുഖം എന്നല്ലാതെ ഞാൻ അതിനെ കുറിച്ച് എന്താ അതിന് മിനിമം പറയാനല്ലേ പറ്റും എനിക്ക്. നമ്മളവിടെ അല്ല ആ ഒരു ഫൈറ്റിലല്ലേ തുടങ്ങിയത്. ഞാൻ പിന്നെ പാർക്കിലെ കേസ് പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരാളെ കുറിച്ച് നമ്മളൊരു അഭിപ്രായം പറയുമ്പോ എന്റെ അനുഭവം എനിക്ക് പറയാലോ. അതെ 8 മാസമായി. ഒറ്റ കാര്യമുള്ളൂ, എനിക്കറിയത്തില്ല നിങ്ങൾ ADG ലോ ആൻഡ് ഓർഡറുമായിട്ട് എങ്ങനെയാണ് റിലേഷൻഷിപ്പ് എന്നുള്ളത്. അങ്ങനെയാണ് ഇയാൾ സപ്പോർട്ട് ചെയ്യുന്ന ഈ കേരള പോലീസിലെ ഒരു വ്യക്തി MR രാജകുമാർ. നിങ്ങൾ പണ്ട് കാലത്തോട്ട് പരിചയമുള്ള ആളായിരിക്കും. അയാൾ എന്തിനാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. അല്ല, MRന്റെ കാര്യം SP-ക്ക് അറിയില്ലേ? ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ സാജൻ സ്കറിയന്റെ കാര്യം. സർവശക്തനാണല്ലോ. അല്ല, അതായിക്കോട്ടെ. അത് അതിലേറെ വലിയ സർവശക്തൻ മോളിലുണ്ടല്ലോ, നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അതിനപ്പുറം ആരുമില്ലല്ലോ. അതായത് ഈ സാജൻ സ്കറിയയുടെ കേസിൽ, മറുനാടൻ മലയാളിയുടെ കേസിൽ ഇപ്പൊ ഞാൻ അന്ന് സംസാരിച്ചല്ലോ. അതില് എന്താണ് നമ്മുടെ ഇലക്ട്രോണിക്സ് ആക്ടില് 2000 കമ്മ്യൂണിക്കേഷൻ ആക്ടില് ഈ പറയുന്ന 66F അട്രാക്ട് ചെയ്യുമെന്ന് പ്രോസിക്യൂഷൻ ലീഗൽ ഒപ്പീനിയൻ കൊടുത്ത പോലീസ് ചോദിച്ചിട്ട് അത് വന്നു കഴിഞ്ഞാൽ അത് ടെററിസം ആണ്. 14 കൊല്ലത്തെ ഇംപ്രീസ്മെന്റ് ആണ്, ജാമ്യമില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചിട്ടുണ്ടാവും, എനിക്കറിയാം. അപ്പോ ഈ വിഷയം വന്നപ്പോ ഈ ചങ്ങാതിക്ക് നല്ല വരുമാനം ഉണ്ടല്ലോ. ഞാൻ കേട്ട വിവരാണ്, കേട്ടതല്ല,
അത് ഓൾമോസ്റ്റ് നമ്മൾ എസ് പിക്ക് അറിയുന്നുണ്ടാവും. ഈ സാജൻ സ്കറിയയുടെ ആളുകൾ ഇദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ട് 2 കോടി രൂപയാണ് ഓഫർ ചെയ്തത് MR അജിത് കുമാറിന്. നിങ്ങളിത് കേട്ടിട്ടില്ലേ? ഇപ്പൊ അതിലൊരു പ്രശ്നം നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് 1.5 കോടി, ആദ്യം 1 കോടി കൊടുത്തു, പിന്നെ 50 ലക്ഷം കൊടുത്തു. ഇപ്പൊ ആ 50 ലക്ഷം 3 മാസം സമയം പറഞ്ഞതായിരുന്നു. അതിപ്പം 6 മാസമായി, 8 മാസമായി, 10 മാസമായി ആ പൈസ അവൻ കൊടുത്തിട്ടില്ല. ആ ഒരു ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അത് എസ് പിക്ക് അറിയോ? അതെനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഇദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറിന്റെ സ്വന്തം ആളാണല്ലോ. അതൊന്നും ഇപ്പൊ ശശി സാറൊന്നും ഇപ്പൊ ഈ പൈസ വാങ്ങുന്ന അറിയില്ലല്ലോ. ഇങ്ങനെ അതറിയില്ല, അദ്ദേഹത്തിന് അറിയില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ഈ MRന്റെ മുഴുവൻ ബന്ധങ്ങളും ബിസിനസ്സുകാരായിട്ടാണ്. ഫുൾ ഫ്രണ്ട്സ് ബിസിനസ്സുകാരാണ്. അതറിയില്ല നിങ്ങൾക്ക്? നിങ്ങളിപ്പോ കുറെ കാലം അദ്ദേഹത്തിന് കീഴിൽ നിന്നതല്ലേ? അദ്ദേഹത്തിന് തൃശ്ശൂർ റൂറൽ ഭാര്യ വീട്ടുണ്ട്, അവിടെ കുറെ ബിസിനസ് പരിപാടികളൊക്കെ ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. പലരും തമിഴ്നാട്ടിൽ ബിസിനസ് ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇതൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഈ ഗവൺമെന്റിന് ഇത്രയും ഇൻട്രസ്റ്റ് ഉണ്ടായ, ഈ നാട്ടിൽ ഇത്രയും വർഗീയ വിദ്വേഷം കത്തിപ്പരിച്ച് അവന്റെ അടുത്തുനിന്ന് കാശ് വാങ്ങിയാൽ പിന്നെ എങ്ങനെയാ ഈ കാര്യങ്ങൾ നടക്കുക? അല്ല, ഇപ്പൊ ഇങ്ങനെ ന്യൂസേ നിങ്ങൾ കേട്ടിട്ടില്ല? അല്ല, ഇയാൾ ഈ കാശ് മേടിച്ച കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അവിടെ നിന്ന് പോയ മാനസികാവസ്ഥയിൽ ഞാൻ ഇതൊന്നും ഫോളോ അപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റപ്പിലല്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ ആ APS ഞാൻ അങ്ങ് ഒതുങ്ങിക്കൂടി. നിങ്ങളൊന്ന് വിളിച്ചന്വേഷിച്ച് നോക്കും. നിങ്ങൾ ആളുകളുണ്ടല്ലോ ഇഷ്ടംപോലെ. മനസ്സിലാവും. ഞാൻ ഈ കഴിഞ്ഞ 8-9 മാസത്തില് ആന്റി ടെററിസ്റ്റ് കോഡിൽ ബേസിക് കാര്യങ്ങൾ ചെയ്തിരിക്കുക എന്നല്ലാതെ, കുറച്ച് മാവോയിസ്റ്റുകളെ പിടിച്ചു എന്നല്ലാതെ, ഞാൻ ഈ ഇവന്മാർ എന്തെങ്കിലും കാണിക്കുകയോ സംസാരിക്കുകയോ ഒരു പോയിട്ടില്ല. ഇതിപ്പം ഇവന്മാരായിട്ട് സജസ്റ്റ് ചെയ്തിട്ടല്ല എന്നോട്. MR അജിത് കുമാർ അല്ലേ ഇപ്പം ഈ ശശിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അതിലിപ്പം ഒറ്റ ഒരാളേ ഉള്ളൂ, MR അജിത് കുമാർ. ദാറ്റ്സ് ഓൺലി പേഴ്സൺ. അപ്പം പുള്ളിയുടെ ഇൻട്രസ്റ്റ് എന്താ? ഈ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങള്. പുള്ളിയുടെ ഫ്രണ്ട്സ് ഒക്കെ ബിസിനസ് സർക്കിളിൽ പെട്ട ആളുകളാണ്. ഇയാള് പണ്ട് പാലക്കാട് SP ആയിരുന്ന സമയത്ത് ഇയാൾ SI ആയിരുന്നു. ഇയാള് ബാക്കിയുള്ളവരുടെ നീതി ന്യായം പറഞ്ഞാൽ MR അജിത് കുമാർ ഒരു സ്ഥാനം പിടിച്ചു പറഞ്ഞാൽ എന്തും ചെയ്യും. അത് തല്ലാൻ പറഞ്ഞാൽ തല്ലും, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും. അടിമക്കണ്ണാണ്. അതുകൊണ്ടാണ് അവിടെ ഇരുത്തിയിരിക്കണേ. ആ ഒറ്റ കെയറഫിലായിരിക്കുന്നത്. ഒറ്റ കെയറഫിലാണ്. കാരണം ഇയാൾ പണ്ട് തൃശ്ശൂരായി റേഞ്ച് AG ആയിരുന്നു 3-4 വർഷം. അന്ന് അപ്പം ആ ബന്ധങ്ങൾ മലപ്പുറത്തുണ്ട്. അപ്പൊ മലപ്പുറത്തിന്റെ എല്ലാ കൊട്ടേഷൻസും ശശി ഇരിക്കുന്നതുകൊണ്ട് ശശി ഒന്നും മൈൻഡ് ആകത്തില്ല. ശശി നീതി ന്യായവും മറ്റതൊക്കെ പറഞ്ഞാൽ MR ഒരു സാധനം പിടിച്ചാൽ പിന്നെ ആ ഏരിയയിലോട്ട് പോകത്തില്ല. അപ്പം മലപ്പുറത്തെ എല്ലാ കൊട്ടേഷനും നടന്നു നോക്കുള്ളൂ. നീതിയാണ് ശശിന്റെ നീതി, അല്ലാതെ വേറെ നീതിയൊന്നുമില്ല. അപ്പൊ SP ഇപ്പൊ അറിയാലോ MR അജിത് കുമാർ എങ്ങനെയാന്നുള്ളത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ. അതെ, നിങ്ങളെ അനുഭവങ്ങൾ നിങ്ങൾക്കറിയാലോ അദ്ദേഹത്തിന്റെ ലൈൻ ഓഫ് ഓപ്പറേഷൻ എന്താന്നുള്ളത്. ഭയങ്കര ക്രൂരനായ മനുഷ്യനാണ് കേട്ടോ. എനിക്ക് പേര് വിജയൻ സാർ നശിപ്പിച്ചു വെച്ചത് അയാൾ ഇട്ടത്തിന്. അതുകൊണ്ട് നമുക്ക് അയാളെ പേര് വിജയൻ സാറാണ് മുഖ്യമന്ത്രി അല്ലേ ഉദ്ദേശിച്ചത്? ഒരു തർക്കമില്ല നിങ്ങളെ പറഞ്ഞത്. അദ്ദേഹത്തെ മാത്രമല്ല, P. വിജയനെ സസ്പെൻഡ് ചെയ്തിട്ട് നശിപ്പിച്ചു വെച്ചേക്കണ മുഴുവൻ ഇയാളൊറ്റൊരുത്തനാ. ഈ ഗവൺമെന്റിന് എത്രയും വലിയ തലവേദന മുഴുവനുണ്ടായത് ഈ പോലീസിലെ മുഴുവൻ കാരണക്കാരൻ ഈ അജിത് കുമാർ എന്നില്ലേ? അദ്ദേഹം മര്യാദക്ക് കൊണ്ടുനടന്നിരുന്നെങ്കിൽ അത് നിങ്ങൾക്കും പോലെയല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഇവിടെ ഒരുവിധം IPS ഒക്കെ അത് അറിയാലോ, ഉണ്ടായിരിക്കല്ലേ? എന്താ ചെയ്യാ? അല്ലാതെ നിങ്ങള് അതായി പറയുന്നത്. അപ്പം ഈ വിഷയത്തിൽ പോലും ഇപ്പൊ ഈ ഗവൺമെന്റ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മുഖ്യമന്ത്രിയെ കുറിച്ച്, മുഖ്യമന്ത്രി കുടുംബത്തെ കുറിച്ച്, പാർട്ടി സെക്രട്ടറിയെ കുറിച്ച്, കൊടിയേരി ഉണ്ടായിരുന്ന അദ്ദേഹത്തെ കുറിച്ച് അകലமான ആളുകളെയും കുടുംബം നാറ്റിക്കുന്ന വാർത്തകൾ നിരന്തരമായി കൊടുക്കുന്നു, വർഗീയ വാർത്തകൾ കൊടുക്കുന്നു. അവന്റെ കയ്യിൽ നിന്ന് ഇയാൾ കാശ് വാങ്ങിയാൽ പിന്നെ എന്താണ് ഇതിന്റെ സ്ഥിതി? SP നിങ്ങളൊന്ന് പറയും. അല്ല, നിങ്ങൾ തന്നെ പറയാം. നിങ്ങൾ അജിത്തിന്റെ ആ ഒരു സ്വഭാവം അറിയുന്ന ആളുകൾ കൂടെ വർക്ക് ചെയ്യുന്നവര് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ എന്താ? അപ്പൊ അവിടെയാണ് ഇതിന്റെ വിഷയങ്ങള്. MLA എന്റെ കാര്യത്തിൽ ഒരു ഇതാക്കും. നാളെ എനിക്കൊന്ന് പരിഹാരമാക്കി തന്നെ. ഞാൻ തിങ്കളാഴ്ച മനസ്സമാനമായിട്ട് ജോലി ചെയ്തിട്ടെ. ഒരു മെയിൽ അയക്കി പ്ലീസ്. നാളത്തെ ഒരു ദിവസം കൂടി തരും SP. ഞാനെന്താ വെച്ചാല് ഞാൻ വിളിച്ചോളാം. MLA രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ വിളിച്ചോണ്ടിരിക്കേണ്ടി എപ്പോഴെങ്കിലും പറയാം. ഞാൻ ആ സമയത്ത് തിരിച്ചു വിളിക്കാം. അല്ല, ഞാൻ എപ്പ എന്നെ നിങ്ങൾ വിളിക്കണോ? എന്താ രാത്രി 9:30 ശേഷം ഞാൻ 9:30 10 o'clock ആകുമ്പോഴേക്കും ഞാൻ വീട്ടിലെത്തുള്ളൂ. വഴി നിന്നും നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. വണ്ടിയിൽ ആളുകൾ ഉണ്ടാവും ഒക്കെ. ഇപ്പൊ ഈ ഒരു ഇഷ്യൂ ഇത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ സംസാരിക്കാൻ വയ്യല്ലോ, ഫ്രീ ആയിട്ട് സംസാരിക്കാൻ കഴിയില്ല. നാളെ കൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് ചെയ്തു പ്ലീസ്.
അല്ല ഞാൻ ചോദിക്കട്ടെ, നാളെ അനുകൂലമായിട്ട് ഇപ്പൊ ഞാൻ ഈ പറയുന്ന നമ്മുടെ ലീഡർഷിപ്പിന് അനുകൂലമായ തീരുമാനം ഉണ്ടാകുകയാണെങ്കിൽ എനിക്കൊരു വിഷയമില്ല. നമ്പർ 1. നമ്പർ 2, ഞാൻ ഒറ്റ കാര്യം കൂടി SP ചോദിച്ചോട്ടെ. ഇങ്ങനെ ഒരു എൻക്വയറിക്ക് പോയി കഴിഞ്ഞാൽ SP-ക്ക് ഇതിൽ എന്തെങ്കിലും വിഷയം വരുമോ? അല്ല, എൻക്വയറി ഓൾറെഡി നടക്കുന്നുണ്ട്, അതൊന്നും ആകത്തില്ല. എന്റെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, MLA ഇതൊരു പരാതി കൊടുത്തു കഴിയുമ്പോൾ അത് പുറത്തു വന്നു കഴിയുമ്പോൾ ഞാൻ ഓൾറെഡി ഒരു കസ്റ്റോഡിയലത്തിന്റെ ഇഷ്യൂസ് തുടങ്ങി ഇങ്ങോട്ടേക്കുള്ള അറ്റാക്കുകൾ മുഴുവൻ നേടുമ്പോൾ എനിക്കത് ഫേസ് ചെയ്യാനായിട്ടുള്ള, അത് MLA കൊടുത്ത ഒരു പരാതി എന്ന് പറയുമ്പോൾ അത് ഫേസ് ചെയ്യാനായിട്ടുള്ള മാനസികാവസ്ഥ ഇല്ല. എന്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അത് ഓക്കെ, ഞാൻ സമ്മതിച്ചു. ഞാനിപ്പോ ചോദിച്ചു, ഞാൻ കൊടുത്ത പരാതി നിങ്ങൾക്ക് മെയിലിലാണ് ഡിലീറ്റ് ചെയ്യാൻ സംവിധാനം ഉണ്ടോന്ന് ചോദിച്ചു. പറ്റില്ല MLA, അറിയാലോ. അത് മനസ്സിലായി. അപ്പൊ പിന്നെ ഈ ഇതിൽ നിന്ന് നമുക്ക് ഇതിന് തടിയൂരണ്ടേ? MLA അതൊന്നും എനിക്ക് വേണ്ടി ഒന്ന് ചെയ്തുകൂടെ? ഈ പരാതിയുമായിട്ട് തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു MLA-യുടെ ഒരു ഈ എത്രയോ വിഷയത്തിൽ അവനെ പിടിക്കാനായിട്ട് നിങ്ങൾക്കുണ്ട്. ഈ ലൈഫ് മിഷന്റെ ഇഷ്യൂ, അത് ഇത് എത്ര കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പരാതി കൊടുക്കാനുണ്ട്. നിങ്ങൾ അത് ചെയ്താൽ പോരെ? ശശിനെ പിടിക്കാന്നുള്ളതല്ലേ നിങ്ങളുടെ ഉദ്ദേശം? എന്നോട് നിങ്ങൾക്ക് സ്നേഹമല്ലേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് എന്നോട് ശത്രുതയില്ലല്ലോ. അല്ല, നമുക്ക് ഒരാളോട് ശത്രുത, നിങ്ങളോട് ഒരു ശത്രുത ഉണ്ടാവേണ്ട കാര്യം എനിക്കില്ലല്ലോ. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളൊരു പ്രയാസത്തിൽ പെട്ടു, എന്നെ വിളിച്ചു, ഞാൻ സഹായിച്ചില്ല ആ കാലത്ത്. അതേ MLA, ആ നന്ദി ഉള്ളത് കൊണ്ടും ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് ചോദിക്കാനുള്ളത് കൊണ്ടും അല്ലേ ഞാൻ മറ്റൊരാളെ കൊണ്ട് വിളിപ്പിക്കാതെ ഞാൻ MLA-നെ നേരിട്ട് വിളിച്ചത്. അല്ല, അപ്പൊ ഈ ദുരന്തങ്ങളിൽ നിന്ന് ഒരാള് ദുരന്തത്തിൽപ്പെട്ട നമ്മൾ സഹായിക്കാന്നുള്ളതാണ് നമ്മളുടെ പോളിസി. ഇതൊന്നും ചെയ്യും. ഇനി നമ്മൾ ഇത്ര എനിക്ക് സത്യത്തിൽ പറഞ്ഞ തല പോഞ്ഞോണ്ടിരിക്കും 2 ദിവസമായിട്ട്. MLA എങ്ങനെയെങ്കിലും എനക്ക് വേണ്ടിട്ട് ഒറ്റ സെന്റൻസിൽ ഇതിൽ നിങ്ങളൊന്ന് മാറി ഒന്ന് പിന്നോട്ട് വലിഞ്ഞാൽ നിങ്ങൾക്ക് 100 വിഷയങ്ങൾ മുമ്പോട്ട് എടുത്ത് വയ്ക്കാൻ വേറെ ഉണ്ടല്ലോ. എത്രയോ ഇവനെതിരെയുള്ള പരാതി പോലീസുകാർ തന്നെ തരും. ഇവൻ ഈ 50 കിലോമീറ്റർ ദൂരം മാറ്റിയത്, ഈ മണ്ണുകാര് ലൈഫ് മിഷൻ പിടിക്കുന്നത്, ഈ പറഞ്ഞ ചെങ്കല് വണ്ടികൾ മുഴുവൻ കൊണ്ട് പിടിച്ചിടുന്നത്, അവിടെ എനിക്ക് തോന്നുന്നത് ലീഗുകാരെ കണ്ട് ഇതിനെതിരെ സമരം ചെയ്യാതിരിക്കാന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ കാണിക്കണേ എല്ലാവരും MLA-യുടെ ഒപ്പം നിൽക്കും. സമരം നമ്മൾ തന്നെ ചെയ്തല്ലോ. ഈ ലൈഫ് മിഷന്റെ കാര്യത്തില് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഫുൾ മെമ്പർമാര്, LDF, UDF ഒരു വ്യത്യാസമില്ല, എല്ലാരും കൂടെ പോയിട്ട് ഇയാളെ പോയി കണ്ടു. ദയവായി ഉപദ്രവിക്കരുത്. ആ വീട് കെട്ടിയ തറയിലേക്ക് മണ്ണിടാനാണ്. ഒരു 400 സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്ക് SP എത്ര മണ്ണാ വേണ്ടത്? SP-ക്ക് അറിയാലോ. ഈ പറയുന്ന ഒരു 150 അടി മണ്ണ് അല്ലെങ്കിൽ 200 അടി മണ്ണ് ഒരു ചെറിയ പിക്കപ്പിന്റെ ലോഡ് മണ്ണാണ്. അത് അപ്പുറത്തെ പറമ്പെന്ന് ആളുകൾ സമ്മതം കൊടുക്കുകയാണ്, നിങ്ങൾ ഇവിടെ ദേശം മണ്ണെടുത്തോ, കയറി ഈ സാധുവിന് വീടുണ്ടാവട്ടെ വെച്ച്. അതിനിങ്ങനെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അതാണ് വിഷയം. ഈ ആദ്യ വട്ടന്മാരെ ഇവിടെ കൊടുത്തിട്ട് ഈ നാട് നശിപ്പിച്ചാൽ ഇത് നമ്മൾ ഇതിനെ ബാധിക്കുന്ന മുഴുവൻ ഈ ഗവൺമെന്റിനെയും പാർട്ടിനെയും ഈ പൊതുപ്രവർത്തകരെയല്ലേ. അയാൾക്കെന്താ നമ്മളൊക്കെ ഈ പുച്ഛം? ബേസിക് സംശയം ചോദിക്കട്ടെ, MLA ഭരണപക്ഷത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്വന്തമായിട്ട് മന്ത്രിസ്ഥാനം വേണ്ടെന്ന് പറഞ്ഞ് മാറിയിട്ടുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ പരാതിന്റെ അവിടെ മാറ്റില്ലേ? ഞാനത് പറഞ്ഞില്ല, ഞാൻ പോലീസിൽ ഇടപെടലില്ല. ഇപ്പൊ SP-ക്ക് SP 3 വർഷം ഇവിടെ ഉണ്ടായിട്ട് ഞാൻ എത്ര വർഷങ്ങളെ വിളിച്ചത്? വളരെ അപൂർവം. എനിക്കറിയാതെ, പക്ഷെ ഇത്രയും കൈ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യില്ല. നിങ്ങളെ പോലെ സീനിയർ ആൾക്കാർ അത് പറഞ്ഞ് ചെയ്യില്ല. അതെന്താ ചെയ്യാത്തതാണ് എന്റെ ചോദ്യം. നമ്മൾ പറഞ്ഞിട്ടില്ല. ഇവനിങ്ങനെ ഏറ്റവും വലിയ നീതിമാനായ ഉദ്യോഗസ്ഥനായി ഇതുപോലെയുള്ള കാര്യമില്ലല്ലോ. പാർട്ടിയല്ല തീരുമാനിക്കുന്നത് ആരവിടെ ഇരിക്കണം എന്നുള്ളത്. ഞാനതിൽ ഇടപെട്ടിട്ടില്ല SP, അതുകൊണ്ടാ. നോക്കാം നമുക്ക്. അത് നിങ്ങളൊന്ന് ഇടപെട്ടൊന്ന് മാറ്റി. എന്തായാലും നാളെ രാത്രി നമുക്ക് സംസാരിക്കാം. നാളത്തേക്ക് ഞാനൊരു വഴി ഉണ്ടാക്കാൻ കഴിയാൻ നോക്കട്ടെ. ഒരു ഒറ്റ മെയിലിൽ തീരുന്ന ഒരു പ്രശ്നമാണ്. അതിന് എനിക്ക് മനസ്സമാനമായിട്ട് ജീവിക്കാം. ഇവനെ നിങ്ങൾ മാറ്റുക, തല്ലിക്കൊല്ലി, എന്ത് വേണം ചെയ്യും. ഇത് എവിടെ എത്തിയെന്നറിയാം SP? അതായത് ഈ മരം മുറിച്ച് അതിന്റെ തേക്കിന്റെ അടിക്കഷ്ടം നിങ്ങൾ എടുത്തു. പിന്നെ ഈ എന്താ പറയാ മഹാഗണി, അവിടെ 2 സ്റ്റെമ്പായി നിൽക്കുന്ന വലിയ മരമുണ്ട്. ആ മരത്തിൽ നിന്ന് ഒരു സ്റ്റെമ്പ് കട്ട് ചെയ്തു, വലിയ വലിയ ഒരു മരത്തിനേക്കാളും സൈസ് ഉള്ളത്. അത് നിങ്ങൾ ഫർണിച്ചർ ഇവിടുന്ന് കോട്ടക്കൽ നിന്ന് ഫർണിച്ചർ ഉണ്ടാക്കി ആ സാധനം ഇവിടുന്ന് കൊണ്ടുപോയി. എന്നിട്ട് ഇതൊരു ഇഷ്യൂ ആയി വന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ഫർണിച്ചർ കത്തിച്ചു. അങ്ങനെ നിങ്ങളുടെ മദർ നിങ്ങളെ ഹലോ കോള് കയറിയതാ. എന്നിട്ട് ഇതൊരു ഇഷ്യൂ ആകും എന്ന് അറിഞ്ഞൊരു പ്രശ്നത്തിലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾ വീട്ടിൽ ഈ ഫർണിച്ചർ കത്തിച്ചു. എന്നിട്ട് നിങ്ങളുടെ മദർ നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ച് ചോദിച്ചു, കുഞ്ചുവിന് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ? അങ്ങനെ ഫർണിച്ചർ എല്ലാം കത്തിച്ചല്ലോ.
ഇതൊക്കെയാണ് ഇവിടുത്തെ ഡിസ്കഷന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അന്വേഷിച്ച് തീർന്നാൽ ഈ വിഷയങ്ങൾ അവസാനിച്ചില്ല SP. ഇതിങ്ങനെ നടക്കണത്. ഇപ്പൊ ഞാൻ ഈ പരാതി പിൻവലിച്ചാൽ വേറെ പരാതി വരും. അല്ല, ആയിക്കോട്ടെ, അത് വേറെ ആര് പരാതി കൊടുത്താലും എനിക്ക് പ്രശ്നമില്ല. MLA ഒന്ന് വിഡ്രോ ചെയ്താൽ മതി. ലീഗിന്റെ MLA മാര് കൊടുത്താലോ? അത് കൊടുത്താൽ എനിക്ക് പ്രശ്നമില്ല. അവര് പ്രതിപക്ഷത്തിരിക്കുന്നവരല്ലേ, അവര് കൊടുത്തോട്ടെ, എനിക്ക് ഒരു പ്രശ്നമില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ വളരെ ചെറിയ ഒരു എന്താ പറയുക ഇതിൽ നിന്നിട്ട് സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ വിഷയം വീണ്ടും കൊണ്ടുവരും. നമ്മൾ ആ പറഞ്ഞ കാര്യത്തിൽ നിന്ന് നിങ്ങൾ മാറരുത്. എനിക്ക് വേണ്ടി ഒന്ന് ചെയ്തു തരാം പ്ലീസ്. നിങ്ങൾ മാറിയാൽ മതി. വേറെ ആര് എന്ത് കൊടുത്താലും എന്റെ വിഷയങ്ങളെ അല്ല. എന്താ പറയാ, എന്തായാലും SP നാളെ ഞാൻ ഇത്രയും റിക്വസ്റ്റ് ചെയ്യില്ലേ? 2 ദിവസമായിട്ട് നിങ്ങളെ വിളിച്ച് റിക്വസ്റ്റ് ചെയ്യുന്ന ഇതേ പോയിന്റ് അല്ലേ? നിങ്ങൾ ഒന്ന് എഗ്രി ചെയ്തിട്ടൊന്ന് എല്ലാം ഞാൻ സമ്മതിച്ചു. നിങ്ങളുടെ മാനസികാവസ്ഥ ഈ പറഞ്ഞതെല്ലാം ഐ അഗ്രി വിത്ത് യു. എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത കാര്യം SP എന്തുകൊണ്ടാണ് ഇങ്ങനൊരു എൻക്വയറി വരുന്നതല്ലേ നിങ്ങൾക്ക് നല്ലതെന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്നത്. എൻക്വയറി നടന്നോട്ടെ, പക്ഷെ എനിക്ക് MLA കൊടുക്കരുത്, അത്രേ ഉള്ളൂ. അതിന് ഒപ്പോസിഷൻ MLA കൊടുത്താൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. അൻവർ MLA കൊടുക്കരുത്. എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് നിങ്ങൾ ഞാൻ ഇത്രയൊക്കെ ഞാനൊരു ചോദ്യം കൂടി ചോദിച്ചു. നമ്മൾ പേഴ്സണൽ ക്വസ്റ്റ്യൻ. നമുക്ക് ഇതിൽ ഇവരെ എൻക്വയറി നടന്നാൽ ആ എൻക്വയറി നമുക്ക് ഈ നിങ്ങൾ ഈ ഫയല് ശരിയാക്കിയതിൽ എന്തെങ്കിലും പാളിച്ച നിങ്ങളുടെ അടുത്ത് വന്നു പോയിട്ടുണ്ടോ? ഒന്നുമില്ല. പിന്നെ എന്തിനാണ് എന്റെ പൊന്നെ SP നിങ്ങൾ ഭയപ്പെടുന്നത്? എനിക്ക് MLA കൊടുക്കുമ്പോ ഉണ്ടാകുന്ന പ്രശ്നം, അതിനൊരു വലിയൊരു ഹൈപ്പ് പോവും. അതിൽ എനിക്ക് വരുന്ന ഈ ഇമേജിൽ ഉണ്ടാകുന്ന ഡാമേജ്, ഓൾറെഡി ഞാൻ തകർന്നിരിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് എനിക്ക് അത് ഒരു ഒപ്പോസിഷൻ MLA കൊടുത്താൽ എനിക്ക് മനസ്സിലാവും. പക്ഷെ പരമർശത്തിരിക്കുന്ന ഇത്രയും ശക്തനായ ഒരു MLA കൊടുക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ, അതാണ് എന്റെ പ്രശ്നം. എന്താ ചെയ്യാം? എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ചെയ്യുക. നിങ്ങൾ എന്നിട്ട് വേറെ ആരെങ്കിലും പരാതി കൊടുക്കുകയാണെങ്കിൽ കൊടുക്കട്ടെ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഓൾറെഡി ശ്രീത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അല്ല, അതൊന്നും അവിടെ എത്തൂലേ, അതുകൊണ്ടല്ലേ. എന്ത് കഷ്ടാണ്. കാരണം നിങ്ങൾ പ്രബലരായിട്ടുള്ള വേറെ ആരെങ്കിലും കൊടുത്തോട്ടെ, അതൊന്നും ഒരു പ്രശ്നവുമില്ല. എന്തായാലും എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യേ. ഓക്കെ, നാളത്തെ ഒരു ദിവസങ്ങൾ എനിക്ക് തരൂ പ്ലീസ്. നീട്ടിക്കൊണ്ട് പോകരുത് പ്ലീസ്. ഞാനിപ്പോ 2 ദിവസമായിട്ട് നിങ്ങളെ വിളിച്ചോണ്ടിരിക്കുക. എനിക്കറിയാം നിങ്ങൾ വിചാരിച്ച തീരുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്തായാലും നാളെ ഈ സമയത്ത് നമുക്ക് 10 o'clock നമുക്ക് സംസാരിക്കാം. അപ്പോഴേക്ക് ഒരു വിവരം തരാം. എന്തായാലും ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങള് ഒരിക്കലുമില്ല, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നമ്മളിപ്പോ ഇത്രയും എന്താ പറയാ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തില്ലേ. അപ്പൊ നാളെ MLA എനിക്ക് വേണ്ടി ചെയ്തു തരുന്ന ഞാൻ വിശ്വസിക്കണോ? ഞാൻ വിളിക്കും നാളെ 10 മണിക്ക് ഞാൻ വിളിക്കും. ഹലോ, 10 മണിക്ക് ഞാൻ വിളിക്കും നാളെ രാത്രി. അല്ല, MLA ചെയ്യുന്ന ഞാൻ വിശ്വസിക്കണോ? ഒരു പോസിറ്റീവായിട്ട് മറുപടി നമുക്ക് തരും. ഡോണ്ട് വറി. ഓക്കെ, ഇനി മറ്റ് വിഷയങ്ങളിലേക്ക് വീണ്ടും ചർച്ച ചെയ്യരുത്. നമുക്ക് ഒറ്റ പോയിന്റിലേക്ക് നിർത്താം. MLA ഒരു മെയിൽ അയച്ച് അതൊന്ന് ക്ലോസ് ചെയ്യണം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഈ ലോകത്തുള്ള ഏത് മനുഷ്യൻ കൊടുത്താലും എനിക്ക് പ്രശ്നമില്ല. ആയിക്കോട്ടെ. അത് ഓക്കെ, ശരി. താങ്ക് യു.